ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ ഉദ്ഘാടകനായ മഹാരാഷ്ട്ര ഗവർണർ. പുതുപ്പള്ളിയിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിലാണ് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ എത്തുന്നത്. ചാണ്ടി ഉമ്മനാണ് CP രാധാകൃഷ്ണനെ ക്ഷണിച്ചത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു നടപടിയാണല്ലോ. എന്തുകൊണ്ട് CP രാധാകൃഷ്ണൻ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ ചാണ്ടി ഉമ്മന്റെ കയ്യിൽ? സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ ഗവർണർമാരെ ഏത് പരിപാടിക്കും വിളിക്കാം, ഏത് പാർട്ടിയുടെ പരിപാടിക്കും വിളിക്കാം. പക്ഷെ ഇതിനുള്ളിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഇതിൽ കടുത്ത വിമർശനവും എതിർപ്പും ഒക്കെയുണ്ട്. ചാണ്ടി ഉമ്മൻ ഈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പല പരിപാടികളും പാർട്ടിയോട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ CP രാധാകൃഷ്ണന്റെ പ്രത്യേകത, അദ്ദേഹം BJP നേതാവായിരുന്നു. നേരത്തെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആ നിലയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗവർണറാണ്, ആ നിലയിൽ ക്ഷണിച്ചതാണ് എന്നായിരിക്കാം ഒരുപക്ഷെ ചാണ്ടി ഉമ്മന്റെ മറുപടി. അതിൽ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം വിശദീകരിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഒപ്പം തന്നെ ഒരു സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂളുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇന്ന് തന്നെ പുതുപ്പള്ളി പള്ളി, ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനം എന്നിവിടങ്ങളിലൊക്കെയും ഈ CP രാധാകൃഷ്ണൻ എത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചാണ്ടി ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത. എന്തായാലും കോൺഗ്രസിനുള്ളിൽ കടുത്ത വിമർശനവും ഇതിൽ ഒരു മുറുമുറുപ്പും ഉണ്ട്. നേതാക്കൾ ആരും അങ്ങനെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നേതാവിനെ ഒക്കെ കൊണ്ടുവന്ന്, മുൻ BJP നേതാവിനെ, അറിയപ്പെടുന്ന ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഫലത്തിൽ ഗവർണർ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനെതിരെ ഒരു മുറുമുറുപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം.